പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയത് മുതൽ വിവാദങ്ങളുടെ സഹയാത്രികനായിരുന്നു ഇ.പി. ജയരാജൻ. ആദ്യം മന്ത്രിപദത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പിന്നീട് നേതൃനിരയിലേക്ക് ശക്തമായി തിരിച്ചെത്തിയെങ്കിലും പഴയ പ്രതാപത്തിലെത്താൻ ഇ.പിക്കായില്ല. ഇടതുമുന്നണി കൺവീനറായിരിക്കെ ബി.ജെ.പി. നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ പാർട്ടിക്ക് അങ്ങേയറ്റം അവമതിപ്പുണ്ടാക്കിയതാണ് ഇ.പിയുടെ പടിയിറക്കത്തിന് കാരണമായത്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി.ജെ.പി. എന്ന പ്രചാരണം ഇടത് കേന്ദ്രങ്ങൾ കത്തിച്ചു നിൽക്കവേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തലക്കേറ്റ വലിയ അടിയായിരുന്നു ഇ.പി. ജയരാജൻ പ്രകാശ് ജവഡേക്കർ കൂടിക്കാഴ്ച. വോട്ടെടുപ്പിന്റെ തലേന്ന് വിവാദ ദല്ലാൾ നന്ദകുമാർ തൊടുത്തുവിട്ട രാഷ്ട്രീയ ആയുധം ഒടുവിൽ ആ ആയുധം കൊണ്ട് മുറിവേറ്റ് ഒരു കാലത്ത് CPIM-ലെ ഏറ്റവും കരുത്തനായിരുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ്. വിവാദങ്ങളുടെ മറ്റത്ത് എക്കാലവും ഇ.പി. ഉണ്ടായിരുന്നു. അഥവാ വിവാദങ്ങൾ ഇ.പിയുടെ സന്തത സഹചാരിയായിരുന്നു. SFI-ക്കാരോട് സമരത്തിനിറങ്ങരുത് എന്ന് പറഞ്ഞതും പരിപ്പുവടയും കട്ടൻ ചായയും കുടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കാലം കഴിഞ്ഞുവെന്നും അല്പം മദ്യം കഴിക്കുന്നത് തെറ്റല്ലെന്നും പറഞ്ഞത് പാർട്ടിക്കകത്തുണ്ടാക്കിയത് ചെറിയ കോലാഹലമല്ല. ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് പാർട്ടി പത്രം 2 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയതായിരുന്നു അടുത്ത വിവാദം. ഇ.പിക്ക് ഇക്കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായെന്ന് പാർട്ടി പിന്നീട് വിലയിരുത്തി. പിണറായി വിജയൻ മന്ത്രിസഭയിൽ അംഗമായിരിക്കെയാണ് ബന്ധുനിയമന വിവാദം വരുന്നത്. ആ വിവാദത്തിനൊപ്പം തെറിച്ചത് മന്ത്രി കസേരയായിരുന്നു. പിന്നീട് തിരികെ മന്ത്രിസഭയിലെത്തിയെങ്കിലും കണ്ണൂർ ഘടകത്തിന്റെ കണ്ണിലെ കരടായി മാറി ഇ.പി. മുഖ്യമന്ത്രിക്കെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ അതിനെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച ഇ.പി. വീണ്ടും പ്രശ്നത്തിലായി. ഇൻഡിഗോയുടെ പരാതിയിൽ ഇ.പിയെ കൂടി പ്രതി ചേർത്തപ്പോൾ വിമാനം ബഹിഷ്കരിച്ചതായി അടുത്ത വിവാദം. വിമാനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതും തുടർന്നു വന്ന പ്രസ്താവനകളും രാഷ്ട്രീയ വിവാദമായി. ഇൻഡിഗോ വിവാദം പോലെ ആയിരുന്നില്ല പക്ഷേ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ. റിസോർട്ടിന്റെ മറവിൽ ജയരാജൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണത്തിൽ പാർട്ടി പിന്തുണ പ്രതീക്ഷിച്ചതുപോലെ ഇ.പിക്ക് ലഭിച്ചില്ല. സ്വത്ത് സമ്പാദിച്ചു എന്നതിലപ്പുറം ബി.ജെ.പി. നേതാവ് രാജീവ് ചന്ദ്രശേഖറുമായുള്ള പങ്കാളിത്തമായിരുന്നു അന്ന് പാർട്ടിക്ക് തലവേദനയുണ്ടാക്കിയത്. പാർട്ടി അന്വേഷിച്ച ഈ ആരോപണത്തിൽ നടപടിയെടുക്കാതിരുന്നത് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ വലിയ ചർച്ചയായി. നേരത്തെ വ്യക്തിപൂജാ വിവാദത്തിൽ പി. ജയരാജനെതിരെ നടപടിക്ക് തിടുക്കം കാട്ടിയ പാർട്ടിക്ക് ഇ.പിയോട് മൃദു സമീപനമാണെന്ന മുറുമുറുപ്പ് കണ്ണൂർ ഘടകത്തിന് പുറത്തേക്ക് വന്നതോടെ ഇ.പി. കൂടുതൽ പ്രതിസന്ധിയിലായി. തുടർന്ന് പടിയിറക്കവും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.